പാലോട് രവിയുടെ രാജിയിൽ കലാശിച്ച ഫോൺ സംഭാഷണ ചോർച്ച KPCC അന്വേഷിക്കും. KPCC അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അന്വേഷണ ചുമതല. ഗൂഢാലോചന സംശയിക്കുന്നില്ലെന്ന് പാലോട് രവി പ്രതികരിച്ചു. തിരുവനന്തപുരം DCCയുടെ താൽക്കാലിക അധ്യക്ഷനായി N. ശക്തൻ ചുമതലയേറ്റു. മോദിയെ പുകഴ്ത്തിയാൽ കോൺഗ്രസിൽ നടപടിയില്ലെന്ന മന്ത്രി MP രാജേഷിന്റെ വിമർശനത്തിന് മറുപടിയുമായി KPCC അധ്യക്ഷൻ രംഗത്ത് വന്നു. വിവാദ ഫോൺ സംഭാഷണം ചോർന്നത് എങ്ങനെയെന്നും അതിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്നുമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്വേഷിക്കുക. വേഗത്തിൽ റിപ്പോർട്ട് വേണമെന്നാണ് KPCC അധ്യക്ഷന്റെ നിർദ്ദേശം. ഒരു നീതിബോധവും നീതിപൂർവമായിട്ടുള്ള തീരുമാനമേ ഉണ്ടാവൂ. പാർട്ടി പ്രവർത്തകർക്ക് അവരെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. താൽക്കാലിക DCC പ്രസിഡന്റായി N. ശക്തൻ ചുമതലയേറ്റ ചടങ്ങിൽ പാലോട് രവിയും പങ്കെടുത്തു. സംഭാഷണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് കവിവാക്യം ഉദ്ധരിച്ച് മറുപടിയും നൽകി. മദ്വചനങ്ങൾക്കും ആർത്തവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകൂ എന്നൊരു വരിയുണ്ട്. മോദിയെ സ്തുതിക്കുന്ന തരൂരിനെതിരെ നടപടിയെടുക്കാതെ പാലോട് രവിയെ രാജിവെപ്പിച്ചത് CPM ആയുധമാക്കി. പരസ്യമായിട്ടാണല്ലോ ശശി തരൂർ പറയുന്നത്. പാലോട് രവി പറഞ്ഞത് പരസ്യമായിട്ടല്ല. സ്വകാര്യ സംഭാഷണത്തിൽ പോലും ഇടതുപക്ഷത്തെക്കുറിച്ചൊരു നല്ല വാക്ക് പറയാൻ പാടില്ല. പക്ഷെ മോദിയെക്കുറിച്ച് ലോകത്ത് മുഴുവൻ നടന്ന് പ്രശംസിക്കാൻ വാഴ്ത്താൻ വിലക്കില്ല. വിചിത്രമാണ് കോൺഗ്രസിന്റെ കാര്യം. RSSനെ പുകഴ്ത്തിയത് ആരെന്ന് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു MP രാജേഷിനുള്ള കോൺഗ്രസിന്റെ മറുപടി. ആരാണ് മോഡിയെയും RSSനെയും പിന്തുണച്ചതും പിന്തുണ തേടിയതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഗോവിന്ദ മാഷോട് രാജേഷ് സംസാരിക്കട്ടെ. മീഡിയ 1 തിരുവനന്തപുരം.